ഇവിടെ കുറച്ച് നാളുകളായിട്ട് അജ്ഞാതൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്നുള്ളൊരു എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞ കമൻറ്റുകൾ, വേറെ ആരും നോക്കണ്ട, അജ്ഞാതം നോക്കിക്കോളും, തീവ്രവാദികളെ എല്ലാം തീർത്തോളും എന്നുള്ളൊരു കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു അജ്ഞാതൻ്റെ ആക്രമണം പാകിസ്ഥാനിലെ ഒരു ഭീകരവാദി തീർത്തിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു പ്രധാന തീവ്രവാദി തന്നെയാണ്, ഒരു നേപ്പാൾ കമാൻഡറെ തന്നെയാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ അജ്ഞാതൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ അജ്ഞാതൻ ഒരു ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയാണ്, ഒരു വല്ലാത്ത പ്രതിഭാസമാണത്. അജ്ഞാതൻ ലോകത്ത് ഇത്ര ഏതാണ്ട് 200-നടുത്ത് രാജ്യങ്ങൾ, 195 രാജ്യങ്ങളുണ്ടെങ്കിലും അതിൽ കേവലം 2 രാഷ്ട്രങ്ങളിൽ മാത്രമാണ് ഈ അജ്ഞാതൻ പ്രവർത്തിക്കുന്നത്. അതായത് പാകിസ്ഥാനിലും കാനഡയിലും. ഈ 2 സ്ഥലത്തുമുള്ള ഇന്ത്യ വിരുദ്ധരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുക്കളെയാണ് അജ്ഞാതൻ തീർക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് ഇന്ത്യയാണ് ചെയ്യിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തെളിവൊന്നുമില്ല. പക്ഷേ ഈ അജ്ഞാതൻ വളരെ കൃത്യമായിട്ട് പണിയെടുക്കുന്നു. ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നൊന്നായി വെടിയേറ്റ് വീഴുന്നു എന്നുള്ളത് സത്യമാണ്. ഏറ്റവും ഒടുവിൽ 2001 മുതൽ 2006 വരെ ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ചാവേർ ബോംബ് സ്ഫോടനങ്ങളടക്കം ആസൂത്രണം ചെയ്ത ഒരു കൊടും ക്രിമിനൽ, കൊടും ഭീകരനാണ് ഇപ്പോൾ അജ്ഞാതൻ്റെ തോക്കിനിരയായിരിക്കുന്നത്. അതായത് 2001 നമ്മുടെ CRPFൻ്റെ റാംപൂരിലെ CRPFൻ്റെ ക്യാമ്പ് ആക്രമിച്ചു. നിരവധി പേർ അന്ന് കൊല്ലപ്പെട്ടു. അതുപോലെ 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആക്രമണം. അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1-2 പേര് കൊല്ലപ്പെട്ടു. പിന്നീട് 2006 ഇവർ RSSൻ്റെ നാഗ്പൂരുള്ള കേന്ദ്ര ആസ്ഥാനം ആക്രമിച്ചു. 3 പേർ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ജീപ്പോ കാറോ ആണ് ആയിട്ട് ഇതിനകത്തേക്ക് ബാരിക്കേഡൊക്കെ തകർത്തുകൊണ്ട് RSS ആസ്ഥാനത്തേക്ക് പോകാൻ ശ്രമിച്ചു. അവരെ പോലീസ് വെടിവെച്ച് കൊന്നു, 3 പേരെയും വധിച്ചു. അത് ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആസ്ഥാനത്തിന് 300 മീറ്റർ അപ്പുറത്ത് വെച്ച്. ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ആസൂത്രണം ചെയ്ത ഒരാളാണ് ഈ നേപ്പാൾ, ലഷ്കർ ഇ തൊയ്ബയുടെ നേപ്പാൾ കമാൻഡറായ റാസാവുല്ല നിസാമാനി ഖാലിദ് എന്നാണ് ഇയാളുടെ ശരിക്കുള്ള പേര്. അറിയപ്പെടുന്നത് അബു സൈഫുള്ള എന്ന പേരിലാണ്. ഇയാൾ വിനോദ് കുമാർ എന്ന പേരിലാണ് ഈ നേപ്പാളിൽ ഇയാൾ കഴിഞ്ഞിരുന്നത്. അതുപോലെ മുഹമ്മദ് സലീം തുടങ്ങി നിരവധി പേരുകൾ ഇയാൾക്കുണ്ട്. ഇയാൾ പലപ്പോഴും ഈ പേരുകൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പല സ്ഥലത്തും കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഇയാൾ നേപ്പാളിൽ നിന്ന് ഇവിടേക്ക് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ സിന്ധ് പ്രവിശ്യയിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത്. ആ സിന്ധ് പ്രവിശ്യയിൽ മാത്ലി എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് ഉച്ചയോടെ പുറത്തു പോയ ഇയാളെ പുറത്തേക്ക് ഇറങ്ങിയതും വീട്ടിന് പുറത്തിറങ്ങിയതും 3 അംഗ സംഘം ആണ് വഴിയിൽ വെച്ച്, ആ റോഡിൽ വെച്ച് തന്നെ ഇയാളെ വെടിവെച്ച് കൊന്നത്. ആ തൽക്ഷണം വെടിയേറ്റ് തൽക്ഷണം ഇയാൾ മരിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഈ വളരെ കൃത്യമായ ഒരു ആസൂത്രണ മികവിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ സൈഫുള്ള. ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്താൽ അത് വിജയിപ്പിക്കാൻ അയാൾക്കറിയാം. കൃത്യമായി പ്ലാനിങ്, അതുപോലെ തന്നെ ഈ ഭീകര സംഘടനകൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കൽ, ചെറുപ്പക്കാരെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യൽ, ഇതൊക്കെ ഇയാളുടെ പ്രധാന തൊഴിലാണ് ഈ സൈഫുള്ളയുടെ. അങ്ങനെയുള്ള സൈഫുള്ളയാണ് വളരെ നിസ്സാരമായിട്ട് വീട്ടിന് പുറത്തിറങ്ങിയതും അജ്ഞാതരായ 3 പേർ കാച്ചിയത്. അപ്പോൾ ഇത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2001 റാംപൂരിലെ കേസ് മുതൽ 2006 നാഗ്പൂർ RSS കേന്ദ്ര ആസ്ഥാനം ആക്രമിച്ചതുവരെയുള്ള സംഭവങ്ങളിൽ ഇയാളുടെ പങ്ക് വ്യക്തമാണ്. അതിൻ്റെ തെളിവുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇയാളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഇപ്പോഴും ഈ പഹൽഗാം ആക്രമണം ഉൾപ്പെടെ ഇയാളുടെ പങ്ക് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ഇയാൾക്ക് ഇതിലൊക്കെ വളരെ ശക്തമായി, ഇയാൾ ഹാഫിസ് സെയ്ദുമായിട്ടും മസൂദ് അസറുമായിട്ടും ഒക്കെ വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആളാണ്. ലഷ്കർ ഇ തൊയ്ബയിലും ജെയ്ഷെ മുഹമ്മദിലും ജമാഅത്ത് ഉദ്ദവയിലും ഒക്കെ ഇയാൾ മാറി മാറി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജമാഅത്ത് ഉദ്ദവ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു സേവാ വിഭാഗമാണ്. അതായത്
അത് ഈ സേവനങ്ങൾക്ക് വേണ്ടി, ചാരിറ്റി വർക്കിന് വേണ്ടി അവർ രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ ജമാഅത്ത് ഉദ്ദവയിലൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിന് പണം വരുന്നത്. ഈ സേവന പ്രവർത്തനങ്ങളുടെ മറ പിടിച്ചാണ് പണം വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇയാൾ വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ സൈഫുള്ള. ഏതായാലും ഈ അജ്ഞാതനിലേക്ക് വരുവാണെങ്കിൽ നമ്മളുടെ NIA പോലും തോക്കുന്ന തരത്തിൽ, അല്ലെ അവരെ പോലും കടത്തി വെട്ടുന്ന തരത്തിൽ ഇങ്ങനെ കടന്നു തീർച്ചയായിട്ടും. അതായത് NIA മാത്രമല്ല, ഇന്ത്യയിലെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മൊസാദ് ഇങ്ങനെ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഈ രീതിയിൽ വകവരുത്തുന്നത്. എനിക്ക് ഇത് പെട്ടെന്ന് ഈ ഒരു ലഷ്കർ തൊയ്ബ ഈ ഭീകരവാദിയെ ആക്രമിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പഹൽഗാമിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയില്ല, അവിടെ ചെന്ന് 9 താവളങ്ങൾ വെട്ടി നിരത്തിയില്ലേ, അതൊരു വലിയ ഓപ്പറേഷൻ, അതിന്റെ ഒരു രീതിയിലാണ്, കൊച്ചു പതിപ്പായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം ഒരു ഭയവും ഇല്ലാതെ ചെന്ന് താവളത്തിൽ കയറി. ഈ പഹൽഗാമിന് തിരിച്ചടിയായിട്ട് നമ്മൾ കൊടുത്തത് ശിക്ഷയാണ് നമ്മൾ കൊടുത്തത്. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിർത്തി ലംഘിക്കാതെ അതിർത്തിക്ക് ഇപ്പുറത്തിരുന്ന് ആയുധങ്ങൾ അയച്ചു, മിസൈലുകളും മറ്റു റോക്കറ്റുകളും ഒക്കെ അയച്ച് നമ്മൾ കൃത്യമായിട്ട് അതിനെ നിയന്ത്രിച്ച് ഈ ഭീകര കേന്ദ്രങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, മദ്രസ ഉൾപ്പെടെയുള്ളവ തകർക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ അതല്ല, കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട്, എന്നാൽ അതിന് ഒരുപാട് സമാനതകളുണ്ട് ഇത് തമ്മിൽ. മറ്റിടത്തൊരു മിസൈലാണ് പോയതെങ്കിൽ ഇവിടെ വ്യക്തികളാണ് പോകുന്നത്. ആരാണ് അവരെ അയച്ചതെന്ന് നമുക്കറിയില്ല, ഏത് രാജ്യത്തു നിന്നാണ് അവർ വരുന്നതെന്നറിയില്ല, ഇനി അവർ പാകിസ്ഥാനികൾ തന്നെയാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ മുഹമ്മൂദിധാരികളായ അജ്ഞാതർ 3 പേർ ഇയാളെ അവിടെ കറക്റ്റായിട്ട് ഇയാളുടെ വീട്ടിൻ്റെ മുമ്പിൽ എത്തുകയും ഇയാൾ ആ സമയം പുറത്തിറങ്ങുമെന്ന് മനസ്സിലാക്കി അവിടെ എത്തുകയും അയാൾ പുറത്തിറങ്ങിയ ഉടൻ തന്നെ അയാളെ വധിക്കുകയും കൃത്യമായിട്ട് ഇവരുടെ എല്ലാം വിവരങ്ങൾ വേറെ ആരെയും അവർ തൊട്ടിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ഇയാളെ മാത്രം വെടിവെച്ച് കൊലപ്പെടുത്തി. അപ്പോൾ അത് വളരെ കൃത്യമാണ്. ഈ ബ്രഹ്മോസ് മിസൈൽ എങ്ങനെയാണോ ലക്ഷ്യം ഭേദിക്കുന്നത്, അതുപോലെ അജ്ഞാതൻ കൃത്യമായിട്ട് ലക്ഷ്യം വളരെ ക്ലിയറാണ്, ആ ലക്ഷ്യത്തിലേക്ക് ആഞ്ഞടിക്കുന്നു. പക്ഷേ ഈ അജ്ഞാതനെ പറ്റി എനിക്ക് ഭയങ്കര അതിശയം. കാരണം ഈ ഒരു കൃത്യത എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്ന സ്ഥലങ്ങൾ, ഈ ഭീകരവാദികൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇവർ എവിടെയൊക്കെ താമസിക്കുന്നു, എത്ര സമയത്ത് ഇറങ്ങുന്നു, ഈ ഒരു ഗൺ പോയിന്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ന സമയത്ത് ഇറങ്ങണമെന്ന് വരെയുള്ള ഒരു ഇൻഫർമേഷൻസ് എല്ലാം എന്തുമാത്രം ഇതിന്റെ പുറകെ പിഴയ്ക്കാൻ പാടില്ല, പിഴയ്ക്കാതെ ഇത്ര കൃത്യമായിട്ട് ഈ ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തുന്നത് വർക്ക് തന്നെയാണ്. അതായത് ഇവരെ ഫോളോ ചെയ്ത് ഇവർ എവിടെയൊക്കെ പോകുന്നു, ഇവരുടെ ദിനചര്യ എങ്ങനെയാണ്, ഇവർ ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ കഴിക്കുന്നു തുടങ്ങിയ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടാണ് അവർ കൃത്യമായിട്ടൊരു സമയം നിർണ്ണയിച്ച് ആ സമയത്ത് തട്ടുന്നത്. നമ്മൾ അജ്ഞാതൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ലീഡറിന്റെ കീഴിൽ നിൽക്കുന്ന ചിലപ്പോൾ കുറച്ച് ആൾക്കാരായിരിക്കും. വളരെ കൃത്യമായി പരിശീലനം സിദ്ധിച്ച, അതായത് ഈ അസാസിനേഷൻ എന്ന് പറയുന്നത് ഒരു കലയായിട്ട് കൊണ്ട് നടക്കുന്ന, ഈ ഇത്തരത്തിലുള്ള വധം ഈ കലയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ അജ്ഞാതൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ അജ്ഞാതൻ ആരാണ്, എന്താണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇയാളുടെ പുറകിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം മാത്രം നമുക്കറിയാം, ഇന്ത്യയുടെ ശത്രുക്കളുടെ ദിനം ഒന്നൊന്നായിട്ട് എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാവരും ഒന്നിന് പിന്നാലെ മറ്റൊന്ന് എന്ന മട്ടിൽ. പഹൽഗാം ആക്രമണത്തിന്റെ ഭീകരവാദികളെ നടത്തിയ 5 പേരെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഇനി ഈ ഒരു അജ്ഞാതന്റെ കൈകൊണ്ട് തന്നെ തീരാൻ വേണ്ടി നമ്മുടെ വിമാനം റാഞ്ചി കൊണ്ടുപോയി ഖണ്ഡാഹാറിൽ കൊണ്ടുപോവുകയും പാർലമെന്റ് ആക്രമിക്കാൻ ആസൂത്രണം നടത്തുകയും ഒക്കെ ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊല്ലപ്പെട്ടത്. വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരെ വധിച്ചു. അതുപോലെ ഇതും ഭാവിയിൽ ഈ പറയുന്നത് പോലെ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ 5 പേരും അജ്ഞാതൻ്റെ കൈകൊണ്ട് സ്വർഗത്തിലെത്താൻ, ഹൂറികളുടെ അടുത്തെത്താനായിരിക്കും അവർക്ക് യോഗം എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ സൈഫുള്ള എന്ന് പറയുന്ന നസാവുല്ല നിസാമാനി എന്നാണ് ഇയാളുടെ ശരിക്കുള്ള പേര്. അബൂ സൈഫുള്ള എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ആ സൈഫുള്ളയെ അജ്ഞാതൻ പടമാക്കി ചുവരി വച്ചിരിക്കുകയാണ്. RSSനെ തൊട്ടു സൈഫുള്ള പടമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.